ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യം തന്നെ ഫസ്റ്റ് തിങ് ഞാൻ പറയാൻ പോകുന്നത് ടാരോൻ്റെ ക്ലാസ്സിനെ കുറിച്ചാണ്. ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അതിൽ എങ്ങനെ ടാരോ ക്ലാസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഓൾറെഡി ഒരുവിധമൊക്കെ റെഡിയാണ്. എനിക്ക് കുറേയൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം നോട്ട്സൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. സോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഷെയർ ചെയ്ത് തരും. അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് ഞാൻ ഷെയർ ചെയ്യാനുള്ള ഒരു സമയം, അതായത് എല്ലാം കൂടി ഒന്നിച്ച് നിങ്ങൾക്ക് തരണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം ജസ്റ്റ് ഓരോ ദിവസമായിട്ട് ഞാൻ ഇട്ട് പോകുന്നു മാത്രം. എന്നാലും അതിനധികം സമയം വേണ്ട. സോ ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. എന്ന് മാത്രമല്ല, വീഡിയോ ആയിട്ട് ഒരുപാട് പകുതിയോ അതിന് മേലെയോ എന്ന് വിളിക്കാം. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഹാഫ് ദ കാർഡ്സ് ഞാൻ ഓൾറെഡി വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അത് പ്രൈവറ്റ് ലിങ്ക് ആണ്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അങ്ങനെയായിരിക്കും. നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. നിങ്ങളെ നോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണ്. അതുപോലെ ഇനി ബാക്കിയുള്ള വീഡിയോസും ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ ശ്രമിക്കും. ഓഡിയോവും ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ റെഡിയാണ്. വീഡിയോ ആക്കിയിട്ട് കൂടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതായത് എപ്പോൾ വേണമെങ്കിലും, അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. യൂട്യൂബിൽ ഞാനൊരു പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ലിങ്ക് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, സോ ആ ലിങ്ക് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതെടുത്ത് കാണാം. സോ ആ തരത്തിലൊരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. സോ ആ വീഡിയോസും മാത്രമേ കുറച്ച് പണി എനിക്ക് ബാക്കിയുള്ളൂ അതിൽ. ഓക്കെ, കുറച്ചല്ല ഉണ്ട്, എന്നാലും ഞാൻ നിങ്ങൾ പഠിച്ചെത്തുമ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്കി വർക്ക് കൂടി ഞാൻ ഫിനിഷ് ചെയ്യും. ഓക്കെ, സോ മാറ്റർ എല്ലാം ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ തരും. അതിനുശേഷം നിങ്ങളുടെ ഒരു സമയത്തിനനുസരിച്ച് നിങ്ങളാണ് പഠിക്കേണ്ടത്. ഓരോ കാർഡും ഞാൻ പറയുന്ന ഡീറ്റെയിൽ വെച്ചിട്ട് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ അതിനെ പഠിക്കുക. എങ്ങനെയാണ് അതിനെ യൂസേജ് എല്ലാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. സോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിനായാലും ശരി, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പായിട്ട് ചെയ്ത് കൊടുക്കാനായാലും ശരി, ഈവൻ പ്രൊഫഷണലായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയായാലും ശരി. ഓക്കെ, സോ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹെൽപ്പായിരിക്കും. ഐ ഡോണ്ട് നോ എത്ര പേര് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ദാറ്റ് ഇത് സ്പിരിച്വലി ചിലപ്പോൾ അങ്ങനെ എത്താനുള്ളവരെ അവിടെ എത്തുള്ളൂ എന്നും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അത് പഠിക്കാൻ ശ്രമിക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് അവനവന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും എടുത്ത് നോക്കാനോ ഒരു ഗൈഡൻസ് ആയിട്ടൊക്കെ നമ്മുടെ പിന്നെ അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ലൈഫിനെ കുറിച്ചൊക്കെ. സോ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈഫിനെ ഒരു വേറെ രീതിക്ക് നിങ്ങൾ ഇത്തിരി കാണാൻ തുടങ്ങും. ഓക്കെ, സോ അതൊക്കെയാണ് ഉദ്ദേശം. എന്തായാലും ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് 15th ആയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് പിന്നെയാണ് എനിക്ക് ഓർത്തത് നമ്മുടെ നവരാത്രിയും ഇതൊക്കെ പൂജാ സമയം വരെയല്ലേ. സോ ഞാൻ വെച്ചു 1-ാം തീയതി ഐ തിങ്ക് ആണ് വിജയദശമി, അത് തോന്നുന്നു എനിക്ക്. സോ ഫസ്റ്റിനടുത്ത് ഞാൻ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു വിദ്യാരംഭം എന്ന രീതിയിൽ ഫസ്റ്റ് ഒരു ക്ലാസ് ആയിട്ടോ എന്തെങ്കിലും ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അല്ലാതെ നിങ്ങൾക്ക് വൈകിയാലും വിരോധമില്ല. ആക്ച്വലി ഞാൻ പ്രോപ്പർ ക്ലാസ് ആയിട്ട് ഞാൻ 15th തൊട്ട് അങ്ങോട്ടേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ. സോ നിങ്ങൾ 15th വരെ നിങ്ങൾക്ക് സമയമുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. ഓക്കെ, സോ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ടാരോ ശരിക്കും നമ്മൾ പറയുന്നത് നിങ്ങളൊരു ഫ്യൂച്ചർ ഗൈഡൻസ് ആയിട്ട് എടുക്കേണ്ട, ഫ്യൂച്ചർ എന്ന രീതിക്ക് ചിന്തിക്കേണ്ട. ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ വേണ്ട ഒരു ടൂളാണിത്. ഓക്കെ, ഇപ്പോഴത്തെ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ, നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ഒരു അവസരം യൂണിവേഴ്സായിട്ട് തരുവാണ്. ഓക്കെ, സോ അങ്ങനെയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അല്ലാതെ ഫ്യൂച്ചർ നമുക്ക് നോക്കാനേ എന്ന രീതിക്കല്ല ഇത് നമ്മൾ ഇപ്പം എന്താണ്, ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പഠിച്ച് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ആൻഡ് ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ്, ഓക്കെ, ഇന്നിവിടെ ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. പൈൽ 1 റോസ് കോഡ്സിൻ്റെ റോസാണ്, നിങ്ങൾക്കറിയാം എൻ്റെ ഫേവറേറ്റ്. സെക്കൻഡ് പൈൽ നമ്മുടെ ക്ലിയർ കോഡ്സിൻ്റെ ലോട്ടസ് ആണ്, താമരയാണ്. സോ നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. ഇന്നത് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വെക്കും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താ സിറ്റുവേഷൻ നടക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇന്നൊരു ഗൈഡൻസ് ആയിട്ട് ഞാൻ തരാൻ ശ്രമിക്കാം. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് ടൈമിംഗ് കൂടി ഞാൻ നോക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പോൾ എന്ത് നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ടൈമിങ്ങിൻ്റെ കാർഡ് കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, സോ പൈൽ 1 പൈൽ 2 ചൂസ് ചെയ്തോളൂ. ഞാൻ പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, മനസ്സിലൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് ചിന്തിച്ചോളൂ. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ 1കാർക്ക് റോസ് ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ ഗൈഡൻസ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്,
സ്റ്റാർ ആൻഡ് ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇത് നിങ്ങൾ മേ ബി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങൾ മനസ്സിലുള്ള സിറ്റുവേഷനിൽ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജോലിയെക്കുറിച്ചായിരിക്കാം, ഒരു നിങ്ങൾ അപ്ലൈ ചെയ്ത ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചായിരിക്കാം, ജോലി സ്ഥലത്തിനെ കുറിച്ച്, വർക്കിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കാം. ഓക്കെ, ആ പേഴ്സൺ, നിങ്ങളെ ഒരു പേഴ്സണിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് അവരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ആൻഡ് അവർ വളരെ ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തികളാണ്. ആക്ച്വലി പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ കമ്മിറ്റഡ് ആണ് എന്ന രീതിക്കാണ്. സോ നിങ്ങൾ റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ വ്യക്തി ഒരു കമ്മിറ്റ്മെന്റ് തരുന്ന ടൈപ്പാണ്. ഓക്കെ, അല്ലാതെ വെറുതെ ഒരു തമാശയോ ഫ്ലർട്ടിങ്ങോ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കും. ഈവൻ ജോലിയിലാണെങ്കിൽ, നിങ്ങൾ സപ്പോസ് ഒരു ജോലിയിൽ ഒരു ഓഫീസിലൊരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, അവർ എഫേർട്ട് ഇടാൻ തയ്യാറായിരിക്കും. എനിക്ക് നിങ്ങൾ ഏതൊരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങളുടെ മനസ്സിൽ അതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിലും, ഓക്കെ, നിങ്ങൾക്കൊരു ജോലി കിട്ടുമോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങൾക്കൊരു ഏണിംഗ് പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. നല്ല ഒരു ജോലി കിട്ടാനും നിങ്ങൾക്കൊരു ഏണിങ്ങിൻ്റെ ഒരു വഴി തെളിഞ്ഞു കിട്ടാനൊക്കെ, ഈവൻ ജോലിയിൽ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, അതും യെസ് ആണ്. ഓക്കെ, സോ ഐ തിങ്ക് കുറച്ച് സിനാരിയോ ഞാൻ പറഞ്ഞു. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഓണസ്റ്റ് ആയിരിക്കും, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളവരായിരിക്കും, വളരെ എന്താ പറയുക, സ്റ്റഡി ആയിരിക്കും അവർ. ഓക്കെ, പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവർ കമ്മിറ്റഡ് ആയിരിക്കും. ഓക്കെ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അല്പം ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുവെന്നും വരില്ല. ഓക്കെ, കുറച്ചൊക്കെ നിങ്ങൾ പറയില്ല, ഒരു ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് മാത്രം സംസാരിക്കുന്ന രീതിയിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അവർ വളരെ കമ്മിറ്റഡ് ആയിട്ടും വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളും ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റാർ ആൻഡ് ഏസ് ഓഫ് സോർട്സ് സ്റ്റാറും ഉണ്ട്. സോ മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അഗൈൻ ഒരു ഹീലിംഗ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പീസായിട്ട് സമാധാനം, അല്ലെങ്കിൽ നിങ്ങളൊരു ആഗ്രഹം നടക്കുന്ന പോലെ, ഓക്കെ, ഒരു ഹീലിംഗ് വരുന്ന പോലെ എന്നൊക്കെ പറയാം. എന്തെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ മേ ബി പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരാനുള്ള സാധ്യതയായിരിക്കാം, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഓഫർ, അഗൈൻ ഞാൻ പറഞ്ഞു, സോ ജോലിയുടെ ഓഫർ വരുന്ന പോലെ ആയിരിക്കാം. ഇവിടെ സ്റ്റാർ പറയുന്നത് നിങ്ങൾക്ക് ലൈക്ക് ഒരു സമാധാനം, പീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് കിട്ടുന്നത് ഇവിടെ. ആൻഡ് ഇവിടെ ഏസ് ഓഫ് സോർട്സ് ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് ആക്ച്വലി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് പല ഒരു സിറ്റുവേഷൻ്റെ ക്ലിയർ ആവും കാര്യങ്ങൾ എന്ന് മാത്രമല്ല ഇവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കുന്ന കാര്യമായിരിക്കാം. ഓക്കെ, കോൺഫിഡൻസ് വരുന്ന പോലെയുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്ന പോലെയും കൂടിയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് കിട്ടുന്ന പോലെ, വിക്ടറി കിട്ടുന്ന പോലെ. ആൻഡ് നിങ്ങൾ ശരിക്കും നിങ്ങളും വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ അഗൈൻ ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും ഒക്കെ ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യും, സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെയുണ്ട്. നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ഇത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ ആക്ഷൻ എടുക്കും എന്ന രീതി കൂടി ആയിരിക്കാം. ജോലിയിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന പോലെ, അതായത് എന്താണോ വേണ്ടത് അതെല്ലാം ചെയ്യാൻ നിങ്ങൾ അത്രയും ധൈര്യത്തോടെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന പോലെയൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഇവിടെ വളരെ ആക്ച്വലി ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. മെയിൻ ആയിട്ട് അത് പറയുമ്പോൾ സിറ്റുവേഷൻ ഇവിടെ എന്ത് തന്നെയായാലും ശരി, നിങ്ങൾ ഏത് കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്നതായാലും ശരി, നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ഒരു വിഷ് ഗ്രാൻറ്റഡ് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്ന പോലെ പറയാം. അഗൈൻ ഞാൻ ഒന്നുകൂടി സിനാരിയോസ് പറയുകയാണെങ്കിൽ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഭാഗത്ത് നിന്ന് കമ്മിറ്റ്മെന്റ് കിട്ടാം, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി വരാം. നിങ്ങളുടെ ലൈഫിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായിരിക്കും. ജോലിയുടെ കാര്യങ്ങളാണെങ്കിൽ യെസ്, നിങ്ങൾക്കൊരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഉള്ളതിൽ പ്രൊമോഷനോ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു പുതിയ തുടക്കം എന്ന രീതിക്കുണ്ട്. ഏസ് ഓഫ് സോർട്സ് നമ്മളെപ്പോഴും ഒരു പുതിയ സ്റ്റാർട്ടിങ് എന്ന രീതിക്ക് പറയും. എന്തെങ്കിലും കാര്യം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ട്, ഓക്കെ, അതായത് നിങ്ങൾ മടിച്ചു നിൽക്കാതെ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന പോലെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ചാരിറ്റും ഉണ്ട്. സോ അഗൈൻ ഇവിടെ ചോയ്സസിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ നിങ്ങളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന പോലെയാണ്, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ്. അതിൻ്റെ ഇതിൽ സക്സസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് ഞാൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നൊരു പ്രപ്പോസൽ വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ജോലിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരു പുതിയ ജോലിക്ക് ഓഫർ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്.
നിങ്ങൾക്കൊരു ടൈമിംഗ് ക്വസ്റ്റ്യൻ, അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് വെയിറ്റ് ചെയ്യുന്നു അതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്നു സംതിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പണം കിട്ടാനുണ്ട് അതെപ്പോൾ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അതെപ്പോൾ തുടങ്ങണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ ആവും എന്ന രീതിക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എപ്പോൾ നിങ്ങൾ നടക്കും എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ടൈമിംഗ് നോക്കാം. നെക്സ്റ്റ് ന്യൂ മൂൺ, വാവ് ബ്യൂട്ടിഫുൾ. Patience, it's not time yet. It's time to let go. നെക്സ്റ്റ് കപ്പിൾ ഓഫ് വീക്സും ഉണ്ട് ആൻഡ് ന്യൂ മൂണും ഉണ്ട്. സോ ഐ തിങ്ക് നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞത് പക്ഷെ അമാവാസിയാണ്. ഓക്കെ, ഇപ്പം അമാവാസി കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് ഫുൾ മൂണാണ്. ഓക്കെ, പൗർണമിയാണ് വരാൻ പോകുന്നത്, അതും കഴിയുമ്പോൾ. സോ ഒരു 15 ഒരു 2-3 ആഴ്ച, 3-4 ആഴ്ച മാക്സിമം, ഒരു 1 മന്ത് പിടിച്ചോളൂ മാക്സിമം. ഓക്കെ, ഒരു 1 മന്ത് ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ ഇരിക്കാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ടൈം യെറ്റ്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. ഓക്കെ, സ്ലോ ആയിട്ട് നടക്കുള്ളൂ, കുറച്ച് സമയം എടുക്കും. ഒന്ന് ക്ഷമ വെച്ച് ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ എന്ന് പറയുന്നത്. ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ഉപേക്ഷിച്ച് കളയൂ എന്നല്ല, മനസ്സിൽ നിന്ന് ആ ഒരു ടെൻഷൻ നിങ്ങൾ വിട്ട് കളയൂ തൽക്കാലം. ഓക്കെ, അതായത് എപ്പോൾ നടക്കും എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, അതിനെ യൂണിവേഴ്സിൻ്റെ സമയത്തിന് വിട്ടുകൊടുത്തേക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ട് യൂണിവേഴ്സ്, ഇല്ലാതല്ല. ഇവിടെ നെക്സ്റ്റ് കപ്പിൾ ഓഫ് വീക്സും ഉണ്ട്, നെക്സ്റ്റ് ന്യൂ മൂണും ഉണ്ട്. സോ എന്തായാലും ഒരു വിത്തിൻ 1 മന്തിൻ്റെ ഒരു പീരീഡ് നിങ്ങൾ പിടിച്ചോളൂ. നിങ്ങൾ എന്തെങ്കിലും മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലി കിട്ടണം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നു, വോട്ടെവർ. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു 1 മന്തിൽ നിങ്ങൾക്കൊരു നല്ല ചേഞ്ച് കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പം തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട, ഓക്കെ, അതിനെ ഫോഴ്സ് ചെയ്യേണ്ട, വേഗം ആവണം എന്ന രീതിക്ക് നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ നിൽക്കേണ്ട, ഒരു കുറച്ച് സമയം കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഓക്കെ, ഇത് 49 ആണ്. 49 ഉണ്ട്, 44 ഉണ്ട്, 30 ഉണ്ട്. അതിൽ 30 ഈസ് ഓക്കെ. ഇവിടെ ഒരു 3 ആയിരുന്നു ഇതിലും. ഓക്കെ, 3 വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ 13 ആണ്. സോ 4 ആണ് ടോട്ടൽ. ഓക്കെ, ആൻഡ് ഇവിടെയും 4 ആണ് വന്നിരിക്കുന്നത്. സോ 4 ഇവിടെ ഒരുപാടുണ്ട്. സോ 4 എന്ന് പറയുമ്പോൾ നമ്മൾ ഏഞ്ചൽസ് പ്രൊട്ടക്ഷൻ്റെ കാര്യമാണ് പറയാം. സോ ഏഞ്ചൽസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്. എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ മുന്നോട്ട് ഹെൽപ്പ് ചെയ്യും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആക്ച്വലി മാറ്റിവിട്ടു. ഞാൻ ഒരേ കാർഡ്സ് റിപ്പീറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിന് മാറ്റി വിട്ടത്. ഓക്കെ, സെക്കൻഡ് പൈൽ നമ്മുടെ താമര ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സിലൊരു സിറ്റുവേഷൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ ആലോചിക്കൂ. ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ, അതിനൊരു ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് പൈൽകാരുടെ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് പെന്റിക്കിൾസ്. ഇതൊരു ഫാമിലി മാറ്ററിൻ്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലിയിൽ നിങ്ങൾ ആരോടെങ്കിലും ഒരു വഴക്കോ പ്രശ്നവും, അതിപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഈവൻ ഹസ്ബൻഡ് വൈഫ് ആവാം കേട്ടോ. ഓക്കെ, ഹസ്ബൻഡ് വൈഫ് ആവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആവാം. ഒരു വീട്, കുടുംബം എന്ന രീതിക്കൊക്കെയാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. കാരണം 10 ഓഫ് കപ്സും ഉണ്ട്, ഫാമിലി കാർഡ് നല്ലോണം വന്നിട്ടുണ്ട്. യെസ്, ഓക്കെ. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ആരോടാണോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണാം. മേ ബി കുടുംബത്തിൽ വല്ല ഫാമിലി തർക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവാം. മേ ബി എന്താ പറയുക, നമ്മുടെ സ്വത്തിനെ കുറിച്ചോ, വീട്ടിൽ എന്തെങ്കിലും കലഹം, അങ്ങനത്തെ കാര്യങ്ങൾ. എന്താ പറയുക, ഞാനിപ്പോൾ മെയിൻലി എനിക്ക് ഫീൽ ചെയ്തത് ഫാമിലി മാറ്റേഴ്സ്, അതായത് അഗൈൻ ഇൻലോസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ ബ്രദർ സിസ്റ്ററൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം. ബിസിനസ്സിനെ കുറിച്ച്, യെസ്, അങ്ങനെയാവാം. സോറി, ഓക്കെ, ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ഒരേ കുടുംബ ഫാമിലി ബിസിനസ് അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ പരസ്പരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അല്ലേ. സോ അങ്ങനെയായിരിക്കാം. ലീഗൽ മാറ്റർ വരെ പോകുന്ന തരത്തിൽ, അതാണ് ഞാൻ സ്വത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ തർക്കങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ആയിട്ടുള്ള എന്തെങ്കിലും ലൈക്ക് കുറച്ച് മേജർ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാൻ. ഈവൻ ഫാമിലി മേ ബി നമ്മൾ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം. കാരണം ഇവിടെ ഫാമിലി കാർഡ്, മാരേജിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, പ്ലസ് ജസ്റ്റിസ് വന്നുകൊണ്ട് ഇവിടെ എനിക്കൊരു ഡൈവേഴ്സ് വരെ, മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സിന് പോകും, അങ്ങനത്തെ കാര്യങ്ങൾ. സെപ്പറേഷൻ ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫായിട്ട് സെപ്പറേഷൻ ആയിരിക്കാം. മേ ബി കേസ് കൊടുത്ത് കാണാം, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈവൻ ഫാമിലി നിങ്ങളുടെ അഗേൻസ്റ്റ് എന്തെങ്കിലും കേസ് കൊടുത്തു, ലൈക്ക് സ്വത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, വോട്ടെവർ. സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ് എനിക്ക് കൂടുതലും ഇതിൽ ഫീൽ ചെയ്യുന്നത്.
വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഇത് ആക്ച്വലി നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഒരു തേർഡ് പാർട്ടി കാരണമാണ്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അഗെയിൻ അത് ആരുമാവാം. ഓക്കെ, ഫാമിലി മെമ്പർ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് ഒരു കണ്ണ് വെക്കൽ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും വേണം വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അതായത് പരസ്പരം നിങ്ങൾ തമ്മിൽ കലഹം വരിക, ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ കലഹം വരിക, അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരിക. സോ ആ രീതിക്ക് അത് വേറെ ആരുടെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം, ആരെങ്കിലും ഇടപെട്ടിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഇടയിൽ കളിച്ചതാവാം. അത്തരത്തിലൊരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈവൻ ഒരു ബ്ലാക്ക് മാജിക് എനർജി, ചെറിയൊരു സീക്രസി കാണുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഒരു ആരെങ്കിലും നിങ്ങളുടെ ഒരു സന്തോഷം നമ്മൾ പറയില്ലേ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അതൊക്കെ കണ്ണ് തട്ടുന്ന തരത്തിലും എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും വേണം വെച്ച് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ ചെയ്യുന്നതും ആവാം. സോ ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് എനിക്ക് കൂടുതലും ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലാത്തവരാണെങ്കിൽ സോറി, വേറെ പൈൽ കണ്ടു നോക്കൂ. ഓക്കെ, മറ്റേ പൈൽ കണ്ടു നോക്കൂ. ഇതിൽ കൂടുതലും പക്ഷെ എനിക്ക് ആ ഫീലിംഗ് ആണ് വരുന്നത്. ഫാമിലി മാറ്റേഴ്സ്, ഫാമിലിയുടെ ഇത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോർട്ട് കേസ് കാര്യങ്ങൾ, നിങ്ങൾ ഫാമിലി തമ്മിലുള്ള കലഹങ്ങൾ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഈവൻ ഹസ്ബൻഡ് വൈഫ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി ഇപ്പോൾ നിങ്ങൾ മാരീഡ് അല്ല എന്നുണ്ടെങ്കിലും മേ ബി നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തന്നിട്ട് ഓക്കെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതും ആവാം കുറച്ച് പേർക്ക്. ഓക്കെ, സോ ഇവിടെ ഓവറോൾ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും ഓക്കെ, വാട്ട് എവർ പ്രോബ്ലം ഇസ് ദെയർ, ഇവിടെ ഒരു കോർട്ട് കേസോ കാര്യങ്ങളോ കുറച്ച് പേർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ന്യായത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാണുന്നുണ്ട്. മീൻസ് ഒരാളുടെ ഭാഗത്ത് ന്യായം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ആൻഡ് അത് വരും. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ബെറ്റർ ആവും എന്നാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം ഐ തിങ്ക് ഒരു സോറി പറയൽ, മാപ്പ് പറയൽ, ഒരു കോംപ്രമൈസ് എന്ന രീതിക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സിറ്റുവേഷൻ ഒരു മോശം ഇപ്പം നിങ്ങൾക്ക് തോന്നാം, പരസ്പരം പിരിയുന്നു എന്ന രീതിക്ക് ആവാം. ചിലപ്പോൾ എന്താ പറയുക, ഡൈവേഴ്സും കാര്യങ്ങളും ആയാലും ശരി, ഫാമിലിയോട് എന്തെങ്കിലും പ്രശ്നങ്ങളായാലും ശരി, നിങ്ങൾ പിരിയുന്നു, എല്ലാവരും പരസ്പരം കലഹിക്കുന്നു എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവിടെ എനിക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ സിറ്റുവേഷൻ മാറി വരും എന്ന രീതിക്കാണ്. ഓക്കെ, ഈ സിറ്റുവേഷൻ മാറും. ആരെങ്കിലും ഇടപെട്ടിട്ട് ഇപ്പോൾ സപ്പോസ് ചെയ്തെങ്കിൽ വേറെ ആരെങ്കിലും ആണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും ഇല്ല, യെസ് വാ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കൺഫർമേഷൻ തരും. ആരോ എന്തോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക നന്നായിട്ട്. ആക്ച്വലി ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യാനുള്ളത്, ഫാമിലിയിൽ വീട്ടിലെപ്പോഴും കലഹം അങ്ങനത്തെ വല്ല കാര്യങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉപ്പിട്ടിട്ട് കുളിക്കുക. അതായത് നിങ്ങൾ തന്നെ കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുക. നിങ്ങളുടെ വീട്ടുകാരും ആരെങ്കിലുമൊക്കെ സാധിക്കുന്നവരോട് പറഞ്ഞ് നിങ്ങൾ ചെയ്യിക്കുക. ഓക്കെ, തലയിൽ ഒഴിക്കരുത്, വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഒഴിക്കുക ചെയ്യുക. എനിക്ക് ഞാൻ ന്യൂ മൂണിൻ്റെ ഇതിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുളിക്കുക, പക്ഷെ തലയിൽ ഒഴിക്കരുത്, മുടിയിൽ. ഓക്കെ, ബോഡിയിൽ നിങ്ങൾ അതുപോലെ വീട് തുടയ്ക്കുമ്പോൾ ഓക്കെ ഒന്ന് ഉപ്പ്, ഒരല്പം ഉപ്പ് വെള്ളത്തിൽ ഇടുക, എന്നിട്ട് തുടയ്ക്കുക. അതുപോലെ കൽപ്പൂരം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് കത്തിച്ച് വീട്ടിലൊക്കെ എല്ലാവരുടെയും കാണിക്കുക. ഒരു ഡാർക്ക് എനർജി, നെഗറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആരെങ്കിലും കണ്ണ് തട്ടലോ അങ്ങനത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ അതിനൊക്കെ ഈ ഉപ്പ് വെള്ളത്തിലിട്ട് ചെയ്യുന്ന ഒരു നല്ല സൊല്യൂഷനാണ്. എൻ്റെ വീട്ടിൽ കൽപ്പൂരമൊക്കെ കത്തിച്ച് ഒന്ന് എല്ലാവരുടെയും ഒന്ന് കാണിക്കുക. എല്ലാ ഭാഗത്തും കൽപ്പൂരായാലും അല്ലെങ്കിൽ ഒരു വിളക്കായാലും ശരി, നിങ്ങൾ കത്തിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കാണിക്കാൻ ശ്രമിക്കാം. ചന്ദനത്തിരി ആയാലും ശരി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. ഡെവിൾ എനർജി കാണുന്നുണ്ട് എനിക്ക്, ഹൈ പ്രീസ്റ്റസ് എനർജി ഉണ്ട്. സോ വേറെ ഒരു ചെറിയൊരു നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് കൂടി എടുത്തേക്കാണ്. യെസ്, ഓക്കെ, യെസ്, ഓക്കെ, ഓക്കെ. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഓക്കെ, പണത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് ബെറ്റർ ആയിട്ട് വരും. മീൻസ് അത് സോൾവ് ആവും എന്ന രീതിക്കാണ്. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് ലൈഫ് വീണ്ടും ഉണ്ടാവും. ഫാമിലി നിങ്ങൾ തമ്മിൽ പിരിയുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പിരിയുന്ന ലക്ഷണമൊന്നുമില്ല. ഓക്കെ, അത് വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഈവൻ നിങ്ങളിപ്പോൾ സപ്പോസ് മാരേജ് ചെയ്യാൻ ഫിക്സ് ആയി ഒരാളെ, അത് ഓൾമോസ്റ്റ് വിട്ടുപോകുന്ന തരത്തിലൊക്കെ വന്നു എന്നുണ്ടെങ്കിലും അത് വീണ്ടും നിങ്ങൾക്കത് ഒന്നാവുന്ന രീതിയിലായിരിക്കും. എവിടെയും എനിക്ക് പക്ഷെ പോസിറ്റീവ് ആക്ച്വലി ഫൈനാൻസിൻ്റെ കുറേ കാണുന്നുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, വീട്ടിലെ ഫൈനാൻസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഈവൻ ജോലി സ്ഥലത്താവാം, ബിസിനസ്സിലാവാം. ഓക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് ഔട്ട്കം ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവാം, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യൂ. എനിവേ ഇവിടെ ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ സിറ്റുവേഷൻ ബെറ്റർ ആവും. ഓക്കെ, ന്യായം
ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരുമെന്നാണ്. അപ്പോൾ നിങ്ങൾ കോർട്ട് കേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ജയിക്കും. നിങ്ങൾ ഇല്ലാത്തവർക്ക് ഇവിടെ ഒരു കോംപ്രമൈസ് വരുന്നതായിരിക്കാം. പരസ്പരം ഒന്ന് സംസാരിച്ച് നിങ്ങൾക്കത് ശരിയാക്കാൻ പറ്റും എന്ന രീതി കാണുന്നുണ്ട്. ഒരാൾ തെറ്റ് ചെയ്ത ആൾ ചിലപ്പോൾ അല്ലെങ്കിൽ പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊന്ന് ഒരു സോറിയൊക്കെ പറഞ്ഞ് ശരിയാവും എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ബേഴ്സിലേക്ക് ഇത് സിറ്റുവേഷൻ മോശമാവുന്നതല്ല, ബെറ്റർ ആവുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിന് വേണ്ട റെമഡീസ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കേണ്ടി വരും. ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ടൈമിംഗ് ഞാൻ എടുക്കുന്നുണ്ട്, എന്ത് കാര്യത്തിൻ്റെ ആണെന്ന്. ടൈം വിൽ ബ്രിങ് എ സർപ്രൈസ്. ഇറ്റ്സ് ഹാപ്പനിങ് നൗ. നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇതൊരുപാട് ദൂരെയാണ്. അടുത്ത 1-2 വർഷം എന്ന രീതിക്കാണ് പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണോ? ഓക്കെ, അങ്ങനെ വലുതും ആവാം. ഓക്കെ, ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കാം. അതിൻ്റെ ടൈം വിൽ ബ്രിങ് എ സർപ്രൈസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ് നൗ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഓക്കെ, അത് ബെറ്റർ ആവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നുണ്ട്, യൂണിവേഴ്സ് പിന്നിൽ ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്. അതായത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഐ തിങ്ക് ഈ ഒരു കോംപ്രമൈസ് ആയിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു കോംപ്രമൈസ് നടക്കും. ഓക്കെ, അതിപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളൊരു കോംപ്രമൈസോ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നൊരു സോറി പറഞ്ഞു വരും. മേ ബി ചിലപ്പോൾ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ച വ്യക്തികൾ തന്നെ ആയിരിക്കാം. ഓക്കെ, അവർ തന്നെ ചിലപ്പോൾ ഒന്ന് മനം മാറി വരുന്നതായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഫോർഗിവ്നെസ് പ്രയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഉപ്പിൻ്റെ ചെറിയ റെമഡീസ് ഒക്കെ ഒന്ന് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നല്ലോണം പ്രാർത്ഥിച്ച് അമ്പലത്തിൽ പോയിട്ടോ എവിടെയാണ് ചെറിയ സോറി നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല ഫലം വരും നിങ്ങൾക്ക്. ആൻഡ് ടൈം വിൽ ബ്രിങ് എ സർപ്രൈസ് എന്നാണ് പറയുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അവിടെ ഒരു കോംപ്രമൈസ് പോസിബിൾ ആണ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഈ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞതാണ്? 2 വർഷമൊക്കെ എന്തിനാണ്? ഓക്കെ, ഫാമിലി ആയിരിക്കാം. ഓക്കെ, മേ ബി ഫാമിലി, കുട്ടികൾ അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേ ബി. പ്ലീസ്. യെസ്, കുട്ടികളുടെ കാര്യം തന്നെ. കുട്ടികളുടെ കാര്യമുണ്ട് ഒന്നാമത്. ആൻഡ് വാവ്, ബ്യൂട്ടിഫുൾ. ഫാമിലി, കുട്ടികളെ എന്ന രീതി കാണുന്നുണ്ട്. സോ ഒരു 1-2 വർഷം എന്ന രീതി കാണുന്നത്. നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിൽ ഐ തിങ്ക് നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന തരത്തിലൊരു ഇതാണ് കിട്ടുന്നത് എനിക്ക്. കൺഫ്യൂഷൻസ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 2 വർഷം ടൈം എനിക്ക് മേ ബി ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കിഡ്സ് എന്ന രീതിക്കായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, സോ വേറെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റൻ ഉണ്ടായിരുന്നെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടാൽ നോക്കട്ടെ. ഞാൻ കണ്ടാൽ ഞാൻ റിപ്ലൈ തീർച്ചയായിട്ടും തരാം, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഓക്കെ, സോ എന്തായാലും ഇവിടെ പോസിറ്റീവായിട്ട് നിങ്ങളിരിക്കുക. നെഗറ്റിവിറ്റി നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, വീട്ടിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ പ്ലീസ് ചില റെമഡീസൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.